Hey guys, welcome back to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി മിനി വ്ലോഗ് പോലെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ റെഡി ആയിട്ട് ഇപ്പം എൻ്റെ പഴയ പി ജി ഉണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ, കുന്തനള്ളിയിൽ, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. ഞാനും ആദ്യമുണ്ട്, ചേച്ചി അങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഒരു തേഴ്സ്ഡേ ആണ്. പറയാൻ പറഞ്ഞത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് August 15th നമുക്ക് ആർക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ ഞാൻ നാട്ടിൽ പോകും, അതായത് മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോവാണ്. നാളെ ആണെങ്കിൽ എനിക്ക് 24 hour ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും നാളെ നടക്കത്തില്ല. സോ അപ്പം ഞാനൊരു വൈറ്റ് കുർത്തി എടുത്തിട്ടുണ്ട്, കുർത്തി സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഷേപ്പ് അടിക്കാനുണ്ട്, കുറച്ച് നല്ല അധികം ലൂസാണ്. അത് ഫുൾ സെറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. കാരണം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു മാമോദീസ, ഒരു എൻഗേജ്മെൻറ്റ്, ഒരു കല്യാണം, ഈ 3 പരിപാടിക്കാണ് ഞാനിപ്പോൾ നാട്ടിൽ പോകുന്നത്. മാമോദീസയ്ക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബാപ്റ്റിസം വൈറ്റൊക്കെയാണ് എല്ലാവരും ഇടുക. നോർമലി അച്ഛന്മാരിങ്ങനെ പറയും വൈറ്റാണ് ഇടേണ്ടത്, ലൈറ്റ് കളേഴ്സാണ് ഇടേണ്ടത്. സോ അപ്പോൾ എനിക്കൊരു പൊതുവേ വൈറ്റൊന്നുമില്ല. ഞാൻ മുറ്റത്താണ് നിൽക്കുന്നത്, റൂമിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. പിന്നെ അപ്പുറത്ത് സെക്യൂരിറ്റിൻ്റെ റൂം, അവരവിടെ നിന്ന് എന്തൊക്കെയോ ടി വിയിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. സോ ഞാനൊരു വൈറ്റ് കളർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അത് ഓൾട്ടർ ചെയ്യിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ പോയി ഒരു ചേച്ചിയുടെ കടയുണ്ട്, ആ ചേച്ചിയുടെ കട തുറന്നാൽ മതിയായിരുന്നു, എനിക്കറിയില്ല. പിന്നെ നമുക്ക് ലോറിയിൽ പോകണം, എനിക്കൊരു ഫേഷ്യൽ ചെയ്യാനുണ്ട്, പിന്നെ ത്രെഡ് ചെയ്യാനുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഇന്നിപ്പോൾ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് ജിമ്മിൽ പോകണം. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലേ, ഞാൻ ജിമ്മിന് പോകാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇത്ര നാൾ പറയാനെന്ന് വെച്ചാൽ വീഡിയോസ് ഒന്നും ഞാൻ സ്റ്റോറി ആയിട്ടോ ഒന്നും അപ്ലോഡ് ആക്കുന്നില്ല. കാരണം എന്തെങ്കിലും ബോഡിയിലൊരു ചേഞ്ച് ഉണ്ടായിട്ട് ഇടാമെന്നാണ് ഞാൻ ഓർത്തത്, അല്ലാതെ സ്റ്റാർട്ടിങ്ങിലേ പോയി ഇട്ട് അങ്ങനെയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെയിറ്റ് ഗെയിനിങ്ങിനാണ് ഞാനിപ്പം ജിമ്മിൽ പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ പോകാൻ തുടങ്ങിയിട്ട്. ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 10 കിലോ കൂട്ടണം എന്നാണ് ട്രെയിനർ പറഞ്ഞേക്കുന്നത്. അതിനുള്ള ഡയറ്റീഷ്യനും കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ ഉണ്ട്, നോക്കാൻ നടക്കുമോ എന്നുള്ളത്. സോ അപ്പോൾ ഇപ്പം നമുക്ക് പോവാം. ഇപ്പം 1 മണിയായി സമയം. ഫുഡൊക്കെ കഴിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ താഴത്തെ കമ്മലുണ്ടല്ലോ, എനിക്ക് അങ്ങനെ പൊതുവെ അത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ കാത് നൈസായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാലും ഒരു കമ്മലിട്ടൊന്ന് കുത്തി കയറ്റണം, എന്നാലേ ഇത് തുറക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ കമ്മലിട്ടപ്പം നല്ല വേദന എടുത്ത് ഭയങ്കര പാടുപെട്ടാൽ ഞാൻ അത് കയറ്റിയത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി കമ്മലിടണം. പക്ഷെ അപ്പോൾ എനിക്ക് മടിയാണ്. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കട്ടെ. നമ്മളൊരു കടയിൽ വന്നത് കുറച്ച് സാധനം മേടിക്കുക. ഫുൾ രാഖിയാണ് ഈ കിടക്കുന്നത് ഫുള്ള്. എനിക്ക് പൊതുവേ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസിനോട് അങ്ങനെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. അതായത് ഈ വള, കമ്മൽ, മാല അങ്ങനൊന്നും എപ്പോഴും കടയിലൊക്കെ പോയി ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള അതൊക്കെ ഇടുക അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും കമ്മലിടില്ല, കയ്യിൽ വളയിടില്ല. ഇടയ്ക്കൊരു ബ്രേസ്ലെറ്റിൻ്റെ ഒരു കൊതി വരുമ്പോൾ മാത്രം അത് എടുത്തിടാറുണ്ട്. ഈ കമ്മലെങ്ങനെയുണ്ട്? ഇത് 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് വേറെയാണ്. ഇതെടുക്കട്ടെ ആദ്യം ഞാനത്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്, ഞാൻ ഇതെടുത്തു. കാരണം എനിക്ക് ഗോൾഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇട്ടാൽ അത് പഴുക്കും. സോ എല്ലാം അതുകൊണ്ടാണ് ഗോൾഡ് ഇടുന്നത്. ഞാൻ ചെക്ക് ചെയ്യട്ടെ. കുറ്റം പറയും. ആരാടി? കടയിലെ ചെങ്ങായാണോ? ഞാൻ സ്പീഡിൽ പറഞ്ഞെന്ന് പറയുന്നത്. നമുക്ക് തലമണ്ട അടിച്ചു വിളിക്കും. ഇപ്പുറത്തെ ഫ്രണ്ട്സിൽ നമ്മളിപ്പം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പെയിൻ അടിച്ചത് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓർത്ത് രാമേശ്വരം പോകുന്നു. രാമേശ്വരത്താണെങ്കിൽ പണ്ട് ബോംബ് പൊട്ടിയുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, ആൾക്കാരൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആദ്യം പറയുന്നത് ബോംബ് പൊട്ടുന്നു. കൊള്ള ഭയങ്കര മധുരം
എന്തോ ഒരു ഇതാണ് ടേസ്റ്റ്. അതും ലോറിയൽ ഫേഷ്യലി ആവുന്നേക്ക സ്റ്റെപ്പ് കയറുന്നേ ഉള്ളൂ. അവരെന്തോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി. പിന്നെ ഫേഷ്യൽ ചെയ്ത ഉടനെ റിസൾട്ട് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് കുറച്ച് ടാൻ ആയിട്ടുണ്ട്, അതിനാണ് ഞാൻ മെയിനായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത്. 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഉടനെ കിട്ടുന്ന ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേന്നൊന്നും പോയിട്ട് ചെയ്യരുത്. ഒരു 3-4 ദിവസം 2-3 ദിവസം മുന്നെങ്കിലും പോയി ചെയ്തെങ്കിൽ എന്തെങ്കിലും റിസൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ ആ രാമേശ്വരത്ത് കുത്തിയതിൻ്റെ ഫുള്ള് വെയിലടിച്ച് ടാനൊക്കെ ആയി. അപ്പം ഞാൻ പോട്ടെ. ഞാൻ ഇപ്പം ത്രെഡ് ചെയ്തു. ഇനി ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സ് അഴിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വേണേൽ കാണിച്ചു തരാം. ഓക്കെ, ഒരു നല്ലോണം ത്രെഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെയ്തു കേസ് ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിക്കാം. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുഖം വെയിലത്ത് കാണിക്കാൻ പാടില്ല എന്ന്. ഞങ്ങളതേ റൂമിലൊക്കെ വന്നു. ഇതാണ് ഫേഷ്യൽ ചെയ്തത്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഡീറ്റാൻ ഫേഷ്യലാണ് ചെയ്തത്. അതും ത്രെഡും കൂടെ ചെയ്ത് ചേച്ചി താഴെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതും കയ്യിലേയും കൂടെ കുറച്ച് ചെയ്ത്. നല്ല ടാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ചെയ്തത്. പിന്നെ ഇത് ചുമ്മാ ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്ന ടോപ്പ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട്. ഇതാണ് ഇങ്ങനെ എൻ്റെ അടിയിൽ കുഞ്ഞി വർക്കൊക്കെ വന്നിട്ട് ഇത് ദുപ്പട്ട. പിന്നെ ടോപ്പ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വൈറ്റ് കയ്യിൽ ഇങ്ങനത്തെ ഫിഷ് കട്ടായിരുന്നു. നല്ല ലൂസായിരുന്നു. ഇത് ഞാൻ കുറച്ച് ഷേപ്പൊക്കെ അടിച്ച് എൻ്റെ ഒരു ലെവലിലേക്ക് എത്തിച്ചു. പിന്നെ ഇത് പാൻസ്, അതിൻ്റെ തുമ്പിൽ വന്നിട്ടും ഇങ്ങനത്തെ ഒരു കുഞ്ഞി ഡിസൈനൊക്കെയാണ്. അപ്പം ഇത് ഞാൻ മാമോദിസയ്ക്ക് ഇടാൻ വെച്ചേക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ പറയാം. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.